നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇതിൽ പറയുന്നത്. ഇന്ന് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. തിരുവാതിര നക്ഷത്രക്കാർ വ്യത്യസ്ത ശരീരപ്രകൃതി ഉള്ളവരായിരിക്കും. കൃഷികാത്രക്കാർ മുതൽ ഭീമാകാരമായവർ വരെ ഇതിൽപ്പെടും. ഈ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ വിഷയങ്ങളിലും പൊതുവെ ശോഭിക്കുന്നവരാണ് ഇവർ. ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നവരാണിവർ. പല വിഷയങ്ങളിലും ശരിയായ അറിവ് നേടിയവരായിരിക്കും ഇവർ. എന്നാൽ അതിന് അനുസരിച്ചുള്ള പ്രശസ്തിയോ പ്രതാപമോ അഭിവൃദ്ധിയോ ഇവരിൽ കാണാറില്ല. അന്യന്മാരോട് നല്ല ബന്ധുത്വം കാത്തു സൂക്ഷിക്കുന്നവരാണിവർ. തിരുവാതിര നക്ഷത്രക്കാർ നല്ല ആത്മാർത്ഥതയുള്ളവരാണ്. നിസാര കാര്യം മതി ഇവർ ശോഭിക്കും. സരസത പോലെ തന്നെ വിരസതയും ഇവരിൽ നിന്നുണ്ടാകും. എന്നാൽ ക്ഷോഭം മാറിയാൽ എല്ലാം മറന്ന് ഇവർ സഹകരിക്കും. ഇത് ഇവരുടെ ഒരു സ്വഭാവമാണ്. എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഇവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരല്ല. ഈ നക്ഷത്രക്കാർ സ്ഥിരമായ എന്തെങ്കിലും ഒന്നിൽ മാത്രം ആശ്രയിക്കുന്നവരല്ല. തൊഴിൽപരമായ പല മാറ്റങ്ങളും ഇവർക്കുണ്ടാകാറുണ്ട്. എല്ലാ വിഷയങ്ങളിലും അറിവുണ്ടെങ്കിലും ഇവർക്ക് അതിനനുസരിച്ചുള്ള സമ്പാദ്യമൊന്നും ഉണ്ടാകാറില്ല. അന്യന്മാരുടെ മുന്നിൽ തലകുനിക്കാൻ ഇവർക്ക് വളരെ പ്രയാസമാണ്. ഇതാണ് ഇവരുടെ പുരോഗതിക്ക് തടസ്സമായി കാണുന്നത്. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ കഴിയും. ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു വിശേഷം, ഇവർക്ക് ഏത് കാര്യത്തിലും രണ്ട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ഇത് തന്നെയാണ് കാണാറുള്ളത്. ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ മറ്റൊരു പ്രവൃത്തി കൂടി ഏറ്റെടുക്കുന്ന സ്വഭാവമാണ് തിരുവാതിര നക്ഷത്രക്കാരിൽ കാണപ്പെടുന്നത്. ഒരു യാത്ര ചെയ്താൽ രണ്ടിൽ കൂടുതൽ ഉദ്ദേശങ്ങൾ ഇവർക്ക് സാധിക്കണമെന്നാണ് ആഗ്രഹം. എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുന്നവരാണ് ഈ നക്ഷത്രക്കാർ. പക്ഷേ ഇവർക്ക് ഉപകാരസ്മരണ ഉണ്ടാവില്ല. സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യസ്ഥലത്ത് താമസിക്കുന്നതിലാണ് ഇവർക്ക് ഇഷ്ടം. സഞ്ചാരവും വിദേശവാസവും ഇവർക്ക് ഗുണകരമാണ്. ഏതാണ്ട് 31 മുതൽ 42 വയസ്സിനുള്ളിലുള്ള ഈ കാലഘട്ടത്തിലാണ് ഇവർക്ക് സുവർണകാലമായി കാണപ്പെടുന്നത്. 32 വയസ്സിന് ഉള്ളിൽ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടായാലും ഈ കാലഘട്ടത്തിൽ അത് നിലനിൽക്കാറില്ല. വിവാഹ ജീവിതം താമസിച്ചാണ് കണ്ടുവരാറുള്ളത്. പലവിധ പരിവർത്തനങ്ങളെയും വിഷമങ്ങളെയും ഇവർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഇവർ പ്രസന്ന ഭാവത്തോടെ ആയിരിക്കുന്നവരാണ്. ഇവർ ഭയപ്പെടേണ്ട ചില രോഗങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. വാതരോഗം, ഹൃദ്രോഗം, ദന്തരോഗം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. ഇനി ഈ നക്ഷത്രത്തിലെ സ്ത്രീകളുടെ കാര്യം നോക്കാം. മിക്കവാറും ഈ സ്ത്രീകൾക്ക് കഫപിത്ത പ്രകൃതികളായിരിക്കും. സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കും ഈ സ്ത്രീകൾ. പക്ഷേ അന്യരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കില്ല. താമസിച്ചാണ് വിവാഹം നടക്കുന്നത്. ഭർത്താവിൽ നിന്നോ അവരുടെ കുടുംബത്തിൽ നിന്നോ സംതൃപ്തിയുള്ള അനുഭവം ഉണ്ടാകാറില്ല. താറുമാറായി പോകുന്ന വിവാഹ ജീവിതമായിരിക്കും ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്കുണ്ടാവുക. ഭർത്താവിനെ കൊണ്ടോ മക്കളെ കൊണ്ടോ ഇവർക്ക് സ്വൈരത കിട്ടാറില്ല. ആർത്തവദൂഷ്യം, രക്തദൂഷ്യം, രക്തക്കുറവ്, ഗർഭാശയ രോഗം, ഇവയിൽ ഏതെങ്കിലും ഇവരെ ഉപദ്രവിക്കാറുണ്ട്. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക നക്ഷത്രങ്ങൾ പ്രതികൂലമായി വരാറുണ്ട്. അത് ഏതാണെന്ന് നോക്കാം നമുക്ക്. പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിവയാണ് പ്രതികൂല നക്ഷത്രങ്ങൾ. ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം നോക്കാം. ഇവർ രാഹുവിനെയും സർപ്പങ്ങളെയും പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ജന്മനക്ഷത്ര ദിവസം സർപ്പക്ഷേത്ര ദർശനം വളരെ ഉചിതമാണ്. തിരുവാതിര, ചോതി, ചതയം നാളുകളിൽ രാഹുപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വളരെ ഉത്തമമാണ്. ഇവരുടെ രാശ്യാധിപൻ ബുധനാണ്. അതുകൊണ്ട് തന്നെ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. കറുപ്പ്, കടും നീല എന്നീ നിറങ്ങൾ ശുഭകരമായിരിക്കും. തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത ശിവനാണ്. അതുകൊണ്ട് തന്നെ ശിവപ്രീതിക്കായിട്ടുള്ള മന്ത്രം നിത്യവും ജപിക്കുന്നത് ഇവർക്ക് വളരെ ഉത്തമമുള്ള കാര്യമാണ്.
മന്ത്രം എല്ലാ ദിവസവും രാവിലെ ശുദ്ധിയായും വൃത്തിയായും ചൊല്ലേണ്ടതാണ്. മന്ത്രം ഇതാണ്: ഓം നമസ്തേ രുദ്രമന്യവ ഉദോദ്ദ ഇഷവേ നമഃ ഓം രുദ്രായ നമഃ. തിരുവാതിര നക്ഷത്രത്തിൻ്റെ മൃഗം പട്ടിയാണ്, വൃക്ഷം കരിമരം. മനുഷ്യഗണത്തിൽപ്പെട്ടവരാണിവർ. സ്ത്രീ യോനിയാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ പക്ഷി ചകോരം, ഭൂതം, ജലമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ശിവനായതുകൊണ്ട് തന്നെ നമുക്കൊരു ശിവാഷ്ടകം ചൊല്ലി നിർത്താവുന്നതാണ്. ചന്ദ്രകലാധരം ദേവം ചന്ദ്രശേഖരം ഗിരീശം ചന്ദ്രചൂഡം ചർമാംബരം വന്ദേഹം ഗൗരീശങ്കരം. ഇനി അടുത്ത ദിവസം പുണർന്ന നാളിൻ്റെ വിശേഷങ്ങളുമായി വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ശുഭം.